السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ധാരാളം അനുഗ്രഹങ്ങളുമായിട്ടാണ് നമ്മളെയൊക്കെ പറഞ്ഞയച്ചിരിക്കുന്നത്. അത് അനുസ്മരിച്ചുകൊണ്ട് നന്ദിപൂർവം ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിറവേറ്റുന്നുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കുക. വന്നിരിക്കുന്ന കുറവുകൾക്കും വീഴ്ചകൾക്കും പകരം ഏറ്റവും നല്ലവരായി വരുന്നാളുകളിൽ കഴിയുവാൻ നാം തീരുമാനിക്കുകയും അമലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധവും അതിൻ്റെ ഭാഗമായ ഈമാൻ, തഖ്വ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മളുടെ വീടും കുടുംബവും കുട്ടികളുമൊക്കെ അതിനനുസൃതമായി പാകപ്പെടുത്തണം. പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൂട്ടുകെട്ടുകളെയും സൗഹൃദ വലയത്തെയും അതിന് ഉതകുന്ന രൂപത്തിൽ മെച്ചപ്പെടുത്തണം തുടങ്ങിയതൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതും മൂന്നാമത്തതുമായിട്ട് അള്ളാഹു അറിയിക്കുന്നത് നമ്മളെ തന്നെ അതിനു വേണ്ടി പാകപ്പെടുത്താനും സജ്ജമാക്കാനുമാണ്. വീട്ടുകാരെയും മക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സജ്ജമാക്കുന്നതിനേക്കാളും വളരെ പ്രയാസകരമാണ് ഈമാനിന് വേണ്ടി, തഖ്വക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി നിർത്തുക, പാകപ്പെടുത്തുക എന്നത്. അൽ ഇഅ്ദാദു ദാത്തി, സ്വയം സജ്ജമാവുക. എങ്ങനെയാണ് സ്വയം സജ്ജമാവുക എന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബി. റസൂലുള്ള കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിലെ താല്പര്യങ്ങൾ എന്നാണോ ആവുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഈമാനിൻ്റെ ആളുകളാവുന്നുള്ളൂ എന്നർത്ഥം. വളരെ പ്രസക്തമായ ഒരു മാനദണ്ഡമാണത്. ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്ഷൻ, പൂർണ്ണത നേടിയിട്ടുണ്ടോ, എൻ്റെ ഈമാനിനും തഖ്വക്കും കുറവുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള വളരെ ലളിതമായ ഒരു മാനദണ്ഡം. എന്താണത്? മനസ്സിലുണ്ടാവുന്ന ഹവ, ആഗ്രഹങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, അത് റസൂലുള്ളയുമായിട്ട് പൂർണ്ണമായും പൊരുത്തപ്പെട്ട് വരിക. എന്തെല്ലാമാണ് മനസ്സ് നമ്മളോട് പറയുന്നത്? അതാദ്യം ഒരു ചിന്തയായിരിക്കും.
ആരും അറിയാത്ത ഒരു ചിന്തയായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അതൊരു ആഗ്രഹം, താല്പര്യമായിട്ട് വരും. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ടാളുകളോട് പറയും. അപ്പോൾ അത് സംസാരമായി കഴിഞ്ഞു. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ തുടങ്ങും, പ്രവൃത്തി പദത്തിലെത്തും. ആ പ്രവൃത്തി കുറച്ചു കാലം തുടരുകയാണെങ്കിൽ അത് പിന്നെ നമ്മളുടെ ശീലമായി തീരും. അപ്പോൾ ഒരു ചിന്തയിൽ നിന്ന് ആരംഭിച്ച് അത് ആഗ്രഹങ്ങളായി, വാക്കുകളായി, പ്രവർത്തനങ്ങളായി, ശീലങ്ങളുമായി. അത്രയും കാര്യങ്ങളാണ് ഞാൻ എന്ന വ്യക്തിയെ, നമ്മളെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ്, ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ആരുണ്ടാക്കിയതാണ്? മറ്റാരുമല്ല, നാം തന്നെയാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളിലൂടെ സാവകാശം നമ്മൾ തന്നെയാണ് ഞാൻ ആരാകുന്നു എന്നത് സമൂഹത്തിൽ അറിയിക്കുന്നത്. ഈ 5 കാര്യങ്ങളും റസൂലുള്ളാഹി പറയുന്നു, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതിനോട് പൂർത്തും തീർത്തും പൊരുത്തപ്പെടുന്നതായിരിക്കണം. അതാണ് ശരീഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും. ശരീഅത്തനുസരിച്ച് ജീവിക്കുക, ശരീഅത്ത് പാലിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരീഅത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് സംതൃപ്തിയാണ്, ഒന്നും ഞാൻ വിട്ടുകളയുകയില്ല എന്ന ബോധ്യമാണ് നമുക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്താനുള്ള ഒന്നാമത്തെ മാർഗം. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ശരീഅത്തിൽ, ഇസ്ലാം ദീനിൽ ചില കാര്യങ്ങളൊക്കെ വാജിബായിരിക്കും, അഥവാ നിർബന്ധമായും ചെയ്യേണ്ടതായിരിക്കും. മറ്റു ചില കാര്യങ്ങൾക്ക് മുസ്തഹബ് എന്നാണ് പറയുക, അഭികാമ്യമായ കാര്യങ്ങൾ, ചെയ്താൽ വളരെ ഉപകരിക്കുന്ന പ്രയോജനപ്രദമായ കാര്യങ്ങൾ. വേറെ ചില കാര്യങ്ങൾ ഹറാം, വിലക്കപ്പെട്ടതായിരിക്കും, ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങൾ. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്, അതിന് കറാഹത്ത് എന്ന് പറയുക, ഒഴിവാക്കേണ്ടവ, വർജിക്കേണ്ടവ, പരമാവധി ചെയ്യാൻ പാടില്ലാത്ത, മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ. ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഹവയിലും താല്പര്യങ്ങളിലും വേണം. അതായത് നിർബന്ധമായും ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിരിക്കണം. ഓരോ ബാങ്ക് വിളി കേൾക്കുമ്പോഴും ജമാഅത്ത് മിസ്സാവാതെ ഞാൻ നിർവഹിക്കും എന്നത് അത്തരത്തിലുള്ള വാജിബായ ഒരു താല്പര്യമായിരിക്കണം. ഒരു കാരണത്താലും ഹറാം ചെയ്യുകയില്ല എന്നതും നമ്മളുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിരിക്കണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൽ എന്തെല്ലാം കൊണ്ടുവന്നോ അത് അതേപടി നമ്മുടെയും താല്പര്യമാവുക എന്നതാണ് ഈമാനിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുവാനുള്ള ഒന്നാമത്തെ പ്രവൃത്തി. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പോലെയുള്ള ആളുകളൊക്കെ, പണ്ഡിതന്മാരൊക്കെ ശരീഅത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ അത് എത്രത്തോളം നമ്മുടെ നെഞ്ചിലേക്ക്, മനസ്സിലേക്ക് അടുത്തു നിൽക്കുന്നു എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശ്ശരീഅത്തു മബ്നാഹ വ അസാസുഹ അദ്ലുൻ വറഹ്മ. ഇസ്ലാമിക ശരീഅത്ത്, നമ്മൾ ഹറാം, ഹലാൽ എന്നൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ, അത് നമുക്ക് അദിലാണ്, പൂർണ്ണമായും നീതിയായിരിക്കും, റഹ്മത്താണ്, കാരുണ്യമാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് അവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ റഹ്മത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിലൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ. ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്, ഒരാളുടെ കഴിവിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹു ആരോടും കൽപ്പിക്കുന്നില്ല. ശരീഅത്ത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ പല ഇളവുകളും നമുക്കെല്ലാം ഉപയോഗിക്കാം.
നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും മറ്റു ആരാധനാകർമ്മങ്ങളിലൊക്കെ അള്ളാഹു കൽപ്പനയുടെ ശക്തി എത്രയുണ്ടോ അതുപോലെ തന്നെ ഇളവുകൾ നൽകി മനുഷ്യന് ആശ്വാസവും കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ശരീഅത്ത് കൊണ്ട് നബി കൊണ്ടുവന്നതിനോട് പൂർണ്ണമായും പൊരുത്തപ്പെടണം എന്ന് പറയുന്നത് കൊണ്ട് ആർക്കും എവിടെയും ഒരിക്കലും പ്രശ്നവും പ്രയാസവും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. ഇങ്ങനെ ജീവിക്കലാണ് അള്ളാഹുവിന് താല്പര്യവും. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ അവൻ്റെ പക്കൽ നിന്ന് വരേണ്ട ലഭിക്കേണ്ട കാരുണ്യങ്ങളും ആനുകൂല്യങ്ങളും മുടക്കം കൂടാതെ ലഭിക്കുകയുള്ളൂ. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അള്ളാഹുവിനെ ഭക്തിപൂർവം തഖ്വയോടുകൂടെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഓരോ നാട്ടുകാർക്കും പടച്ചവൻ മുകളിൽ നിന്നും താഴെ നിന്നും ബർക്കത്തുകൾ തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ബർക്കത്തിന് ഒരു തരത്തിലുള്ള പിശുക്കുമുണ്ടാവുകയില്ല. പക്ഷെ നമ്മൾ കാണുന്ന സങ്കല്പിക്കുന്ന അളവുകോൽ പ്രകാരമായിരിക്കുകയില്ല അള്ളാഹുവിൻ്റെ ബർക്കത്ത്. നാം വിചാരിക്കുന്നത് ഒരുപാട് ലഭിക്കണമെന്നാണ്. നമ്മുടെ കീശയിലും അക്കൗണ്ടിലും വീട്ടിലും ധാരാളമായിട്ട് പണം, വിഭവം, ശേഖരം ഉണ്ടാവണമെന്നാണ്. അതാണ് ബർക്കത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അവൻ്റെ കണക്ക് കൂട്ടലിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ഒരു മണി ധാന്യമായിരിക്കും ഒരുപക്ഷെ ആ പറഞ്ഞതിനേക്കാളൊക്കെ ബർക്കത്തുള്ളത്, ആ ഒരു മണി ധാന്യത്തിൽ. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിലത്ത് വീണ ഭക്ഷണം നിങ്ങൾ പാഴാക്കാതെ വൃത്തിയായി എടുത്ത് കഴിക്കണം എന്ന് റസൂലുള്ള പറയുകയുണ്ടായി. അതിൻ്റെ കാരണം എന്താണ് പറഞ്ഞത്? കാരണം നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ എവിടെയാണ് പടച്ചവൻ്റെ ബർക്കത്തിരിക്കുന്നത് എന്ന് നിനക്കറിയില്ല. നീ വയറ്റിലേക്ക് കഴിച്ചതാണോ അല്ല നിലത്ത് വീണ് കിടക്കുന്നതിലാണോ എന്നറിയില്ല. അപ്പം അതാണ് അള്ളാഹുവിൻ്റെ ബർക്കത്തിൻ്റെ മാനദണ്ഡം. ആ രൂപത്തിൽ ബർക്കത്ത് ലഭിക്കുവാൻ, അള്ളാഹുവിൻ്റെ അകമ്പടിയും സംരക്ഷണവും ലഭിക്കുവാൻ റസൂലുള്ള പറഞ്ഞ പോലെ അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളോടും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുക എന്നതേയുള്ളൂ. രണ്ട് കാര്യമാണ് മനുഷ്യൻ്റെ മുമ്പിലുള്ളത്, നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി എനിക്കായില്ല, എനിക്ക് കഴിഞ്ഞില്ല എന്നിങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒന്നും ചെയ്യില്ല, കാരണമൊന്നുമില്ല, ഓരോ തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ. അത് ഇന്ന് എളുപ്പമായിരിക്കും, ഇന്നത്തെ ദിവസം എളുപ്പമാവാൻ അങ്ങനെ 4-5 എക്സ്ക്യൂസുകൾ പറഞ്ഞാൽ മതി. പക്ഷേ നാളെയും പിറ്റേന്നുമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഒന്നാമത്തെ ശൈലി. രണ്ടാമത്തേത് ഓരോ കാര്യങ്ങളും പരമാവധി ചെയ്തുകൊണ്ട് ശീലമാക്കലാണ്. അതിന് ഇന്ന് കുറച്ച് അധ്വാനിക്കേണ്ടി വരും, നാളെയും പിറ്റന്നാളുമായാലോ കൂടുതൽ എളുപ്പമായി തീരും. അധ്വാനം തുടങ്ങുമ്പോഴും കൃത്യമായി ചെയ്യുമ്പോഴും അല്പമൊക്കെ പ്രയാസമുണ്ടാകും. സമയം വേണ്ടിവരും, പണം വേണ്ടിവരും, അല്പം ഊർജം നീക്കി വെക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയായാൽ അതിൻ്റെ നേട്ടം വരും ദിവസങ്ങളിലുണ്ടാകും. അപ്പോൾ നമ്മോട് അള്ളാഹു ചോദിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ഇതാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഇസ്ലാമികമായ ശരീഅത്ത് ചെറുതും വലുതുമായ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയുന്ന വിഷയത്തിൽ 2 ചോദ്യങ്ങൾ. ആവുന്നത്ര അധ്വാനിച്ചുകൊണ്ട് വരുന്ന ആളുകൾ എളുപ്പമാക്കാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആവുന്നത്ര ഉള്ളതും ഇല്ലാത്തതുമായ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കാനാണോ തീരുമാനിക്കുന്നത്? അത് രണ്ടുമാണ് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളായിട്ട് അള്ളാഹു നമുക്ക് നൽകുന്നത്. ഇൻ അഹ്സൻതും ലി അൻഫുസിക്കും. ഈ 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാം
നല്ലതാണ്, തരക്കേടില്ല, എനിക്ക് വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് എടുക്കുന്നുണ്ടോ അതിൻ്റെ നേട്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹ. ഇനി ഒരാൾ എപ്പോഴും ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന സമയവും സന്ദർഭവും ഒക്കെ പാഴാക്കുകയാണെങ്കിലോ അതിൻ്റെ കുറ്റം അയാൾക്ക് തന്നെയായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയായിരിക്കും. അപ്പോൾ സമയം ചെലവഴിച്ചാൽ, പാഴാക്കിയാൽ അതിന് നമ്മൾ ഉത്തരവാദികളാണ്. സമയം നല്ലതിന് വേണ്ടി ചെലവഴിച്ച് നീക്കി വച്ചാൽ അതിൻ്റെ നേട്ടം നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. ഈ രൂപത്തിലുള്ള ഒരു തർബിയത്താണ്, ശിക്ഷണമാണ് നമുക്ക് നമ്മളെ എങ്ങനെ ഈമാനിന് വേണ്ടി, തഖ്വക്ക് വേണ്ടി പാകപ്പെടുത്താം എന്നതിന് അള്ളാഹു നൽകുന്നത്. നമ്മുടെ മനസ്സിനെ നാം തന്നെ നിയന്ത്രിക്കുക. നമുക്ക് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്താര് വിചാരിച്ചിരുന്നാലും നമ്മെ ശരിയാക്കാൻ ആർക്കും സാധിക്കുകയില്ല, നമുക്കല്ലാതെ. ആ ഒരു തിരിച്ചറിവോടുകൂടെ അള്ളാഹുവിലേക്ക് ധാരാളമായി അടുക്കുക, ധാരാളമായി പ്രവർത്തിക്കുക. എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും അതിൻ്റേതായ നേട്ടങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും. റബ്ബ് നമ്മയെല്ലാം ഏറ്റവും നല്ല മുത്തഖീങ്ങളായി, അവൻ ഇഷ്ടപ്പെടുന്നവരായി ജീവിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴിരിക്കുന്നത് ശഅബാൻ മാസത്തിലാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നർത്ഥം. ശഅബാൻ മാസത്തിന് പ്രത്യേകമായ എടുത്തു പറയാവുന്ന പുണ്യങ്ങളൊന്നും മതത്തിലില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ തന്നെ പുണ്യങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി സജ്ജമാക്കുക എന്ന ഒരു തലത്തിൽ ഈ മാസത്തെ നമുക്ക് നേരത്തെ ഇല്ലാത്ത രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസമായി കഴിഞ്ഞാൽ ധാരാളമായി അമലുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ മറ്റു മാസങ്ങളില്ലാത്ത നോമ്പ് സുന്നത്തായി നിർവഹിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശഹ്റുൻ യഗ്ഫുലുഹുൻ നാസ് ബൈന റജബിൻ വ റമളാൻ. കഴിഞ്ഞുപോയ ഒരു മാസം റജബ്, വരാനിരിക്കുന്ന റമളാൻ, ഇവ രണ്ടിൻ്റെയും ഇടയിൽ ആളുകൾ ഏറെക്കുറെ അശ്രദ്ധമാക്കുന്ന ഒരു സമയമാണ് ശഅബാൻ. റമദാൻ വരാനുണ്ടല്ലോ, അപ്പം നോക്കാം എന്ന് പറഞ്ഞ് ഒരു നിസ്സാര ഭാവത്തിൽ പോകുന്ന സമയമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് സജീവമാക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഹദീസിൻ്റെ ചുരുക്കം. അപ്പോൾ നമുക്ക് ഒരു നല്ല കൊയ്ത്തുകാലം വരാനിരിക്കുകയാണ്. ഒരുപാട് വിളവുകൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു കൃഷിയിടം എങ്ങനെയാണോ കൊയ്യാൻ പാകത്തിലായി നിൽക്കുന്നത്, അതുപോലെയുള്ള കാലഘട്ടമാണ് വരാനിരിക്കുന്ന മാസം. അതിനു മുമ്പായി വിളവുണ്ടാക്കേണ്ടത്, കൃഷി സമൃദ്ധമാക്കേണ്ട ദിവസങ്ങളാണ് ഇത്. അതായത് ഇപ്പോൾ നാം കാണിക്കുന്ന താല്പര്യവും പ്രവർത്തന ഉത്സാഹവും അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിലൂടെ തന്നെ റമളാൻ ആദ്യാവസാനം നമ്മുടേതാക്കി മാറ്റാൻ പറ്റുമെന്നർത്ഥം. ആ രൂപത്തിൽ ശഅബാനിൽ ഇനിയിരിക്കുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് പ്രവർത്തന സജ്ജമാക്കാം, ആരാധനകൾ കൊണ്ട് നിരതമാക്കാം, പുണ്യങ്ങളും അതുപോലെ ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കാം. ചെയ്യാവുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ
നമുക്ക് എപ്പോഴും ചെയ്യാവുന്നത് പോലെ തന്നെ ഈ ഒരു മാസവും ചെയ്യാം, പുണ്യം ലഭിക്കും. എന്ന് മാത്രമല്ല, റമദാനിലേക്കുള്ള നമ്മുടെ കാൽവെപ്പുകൾ കൂടുതൽ എളുപ്പമാവുകയും റമദാനെ സ്വീകരിക്കുവാനുള്ള പ്രത്യേകമായ തൗഫീക്ക് പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ആ കാര്യവും നമ്മൾ മറക്കാതിരിക്കുക. റമദാനും ശഅബാനും മറ്റു മാസങ്ങളും രാവും പകലുമൊക്കെ അള്ളാഹു നമുക്ക് മാറി മാറി നമ്മിലേക്ക് അയക്കുന്നത് ഈ രൂപത്തിൽ ലി യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ലത് ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ചറിയാനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതായാൽ പോരാ, ഏറ്റവും നല്ലതായിരിക്കണം. മികച്ചതായാൽ പോരാ, ഏറ്റവും മികവുള്ളതായിരിക്കണം. പ്രിയപ്പെട്ടതായാൽ പോരാ, അള്ളാഹുവിന് അതിപ്രിയപ്പെട്ടതായിരിക്കണം. ആ രൂപത്തിൽ നല്ല ക്വാളിറ്റിയുള്ള, നല്ല മൂല്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ അവസരങ്ങളും ദിവസങ്ങളും നമ്മൾ നീക്കി വെക്കുക എന്നതാണ് റസൂലുള്ളയുടെ ഈ ഷഅബാനെ പറ്റിയുള്ള ഉപദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യവും ആയുസ്സും നൽകി അതിനേക്കാളേറെ ശരീരത്തിനും മനസ്സിനും ആഫിയത്ത് നൽകി പടച്ചവനെ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും നമ്മുടെ മക്കളും കുടുംബത്തിലുള്ള എല്ലാവരെയും പടച്ചവനെ വഴിതെറ്റാത്ത രൂപത്തിൽ ജീവിക്കുവാനും നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ ഇന്നത്തെയും നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിനെ കഴുകി വൃത്തിയാക്കാനും ഈമാനിൻ്റെ പക്ഷത്ത് നിന്ന് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് പടച്ചവനെ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുവാനും കഴിയുന്ന രൂപത്തിൽ ജീവിക്കുവാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ പാപ്പമാർക്കും ഉമ്മമാർക്കും മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ പടച്ചവനെ നീ റഹ്മത്ത് നൽകി അവരുടെ കബറിടം പ്രകാശമാനമാക്കി നീ അനുഗ്രഹിക്കണമേ. അസുഖമായി കഴിയുന്ന പല സഹോദരി സഹോദരന്മാരുമുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ആവശ്യമായ ചികിത്സ നൽകി ഫലപ്രദമായ ചികിത്സ ലഭിച്ച് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم لا تجعل فينا شقيا ولا محروما. اللهم أصلح لنا أولادنا وبارك في أولادنا وشبابنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.